കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു എന്തർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ ആയുള്ള 1750 ബ്രീഫായുള്ള സ്പോയിലേഴ്സ് ആണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊരു രക്ഷയില്ലാത്ത ചാപ്റ്റർ ആയിരിക്കും. ഈ ഒരു സ്പോയിലേഴ്സ് വായിച്ചിട്ട് തന്നെ എനിക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ലെവൽ ഇങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഓഫ് ദി ചാർട്ട്സ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നടക്കാൻ പോകുന്നത്. ലിറ്ററലി ഈ ഒരു കാര്യം നമ്മുടെ ഓടം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു ഫോർ ഷാഡോയിങ് പോലെ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കാര്യം. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ സ്പോയിലേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഗുങ്കോനെ കറന്റ് ഇമു പൊസസ് ചെയ്തിട്ടുണ്ടല്ലോ. പുള്ളിക്കാരി ഒരു മാസീവ് ഉള്ള കോൺകേസ് ഹാക്കി അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം മാസീവ് ആയിരുന്നു. ഈവൻ എൽബഫിലുള്ള കുറേയധികം ജയൻസും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ എല്ലാവരുടെയും ബോധം പോയി അവർ താഴെ വീഴുന്നുണ്ട്. നമ്മുടെ ഡോറിയും റോഗിയും പിന്നെ ജയൻ പൈലറ്റ്സ് എല്ലാവരും കൂടെ നമ്മുടെ ഇമൂനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഗുങ്കോനെ. പക്ഷേ പുള്ളിക്കാരി പെട്ടെന്ന് ഒരു മാജിക് ബുക്ക് യൂസ് ചെയ്ത് കുറച്ച് നൈഫ്സും അതേപോലെ ഗൺസും ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് നമ്മുടെ ബ്രോഗിനെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു വലിയൊരു ഡാമേജ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം നിലവിലിപ്പോൾ എൽബഫിൽ രാജാവില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി നമ്മുടെ ഈമു ഡോറിനെ ബ്രോഗിനെ പുതിയ കിങ്സ് ആക്കി മാറ്റാൻ പോവുകയാണ്. പുള്ളിക്കാരി ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് ഡെവിൽ കോൺട്രാക്ട് എന്നാണ്. അത് യൂസ് ചെയ്ത് ഡോറിനെ ബ്രോഗിനെ ഒരു ഡീമൺസ് ആക്കി മാറ്റും. അവർക്ക് നന്നായിട്ട് സ്ട്രെങ്തും കിട്ടും, അതേപോലെ ഇമ്മോർട്ടാലിറ്റിയും കിട്ടും. പക്ഷേ ഇതിന് എക്സ്ചേഞ്ച് ആയിട്ട് അവരുടെ ചെറിയൊരു ലൈഫ് സ്പാൻ പോകുന്നതായിരിക്കും. അങ്ങനെ ഇനി ചാപ്റ്റർ അവസാനിക്കാൻ നേരത്ത് നമ്മുടെ ഇമു അല്ലെങ്കിൽ ഗുങ്കോ ആ ഒരു ഡീമൺ ആർമിക്ക് ഒരു പുതിയൊരു കമാൻഡ് കൊടുക്കും. അതായത് നമ്മുടെ ജാറുലിനെ കൊല്ലാനായിട്ട്. അവിടെ ജയൻസ് മാത്രമല്ല, ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രീം മോൺസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇവർ എല്ലാവരും ആ ഒരു കമാൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നൊരു കാര്യം, ഈ ഡീമൺ ജയൻസ് ഇല്ലേ, അതായത് നമ്മുടെ ഡോറിയും ബ്രോഗിയൊക്കെ, അവർക്കിപ്പോൾ നമ്മുടെ ഓർസിൻ്റെ അത്രയും തന്നെ വലിപ്പമുണ്ട്. സോ ഇത്ര മാത്രമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. വളരെ ചെറിയ ബ്രീഫായുള്ള സ്പോയിലേഴ്സ് മാത്രമാണിത്. സോ ഇത് വെച്ചുകൊണ്ട് ചാപ്റ്ററിനെ ജഡ്ജ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു കാര്യം, അടുത്ത വീക്ക് ബ്രേക്ക് ഒന്നുമില്ല. അതായത് അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ഇതേപോലെ തന്നെ ലീക്സ് കിട്ടുന്നതായിരിക്കും. അതും നമ്മൾ ചൊവ്വാഴ്ച തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.